അസ്സലാമു അലൈക്കും. അബ്ദുൽ വാസോടാണ്. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇതൊക്കെ കാര്യങ്ങൾ നടക്കുന്നില്ല, അതൊക്കെ അറിയുന്ന കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഒരു പോസ്കോ കേസിൽ ഒരു മനുഷ്യനെ, പേരൊന്നും പറയുന്നില്ല, ആർക്കും അറിയുന്ന കാര്യമെന്ന് കുറേ നാളായിട്ട് നടക്കുന്ന കോലാഹലങ്ങളാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കേസൊക്കെ അന്വേഷിച്ച് ആദ്യത്തെ ആളൊക്കെ പിരിച്ചുവിട്ട് വേറൊരു കമ്മീഷന് കൊടുത്തിട്ട് ആ കേസൊക്കെ അന്വേഷിച്ച് ആരും സംരക്ഷിക്കാൻ ആളില്ലാത്ത കണക്കത്തെ ഒരു പാവപ്പെട്ട ഒരു പാവം പെൺകുട്ടിയെ ഈ ലോകത്ത് നന്മയും തിന്മയൊക്കെ അറിയിക്കേണ്ടിയും ഈ ലോകത്ത് ബാപ്പയാർ, ദൈവമാർ, അമ്മയാർ, നന്മ തിന്മകളെന്ത് എന്നൊക്കെ പഠിപ്പിക്കുന്ന ആളാണ് ഈ ഗുരുനാഥന്മാരെന്ന് പറയുന്നത്. നമ്മൾക്ക് ഉപ്പാനും ഉമ്മാനേക്കാളും അതിന് കൂടുതൽ നമ്മൾ ബഹുമാനിക്കുന്ന പടച്ചോനെ കഴിച്ചാൽ ഗുരുനാഥന്മാരെ, ഡോക്ടർമാരെ, ഇവരെന്ന് വെച്ചാൽ നമ്മൾ വളരെ കൂടുതൽ സ്നേഹിക്കും ബഹുമാനിക്കും ചെയ്യുന്നൊരു വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു സ്കൂൾ മാസ്റ്റർ ആയിട്ട് പണിയെടുക്കുന്ന ഒരാൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ പീഡിപ്പിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് കേസൊക്കെ അന്വേഷിച്ച് രണ്ടാമത് പുതിയൊരു അന്വേഷണ കമ്മീഷൻ നിയോഗിച്ച അവരൊക്കെ അന്വേഷിച്ചിട്ട് സത്യാവസ്ഥകളൊക്കെ അറിഞ്ഞു വന്നും. എന്നിട്ട് അദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുക അങ്ങനെ എന്തോ ചെയ്ത് തോന്നിപ്പോൾ കോടതി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ ഈ വീഡിയോ ഒക്കെ ചാനലൊക്കെ അങ്ങനെയൊക്കെ കാണുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിലൊക്കെ അദ്ദേഹത്തിനെ യഥാർത്ഥത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്നും അതുപോലെ തന്നെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച വക്കീലുണ്ടല്ലോ, അഡ്വക്കറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനം കൂടി നമ്മൾ കണ്ടു. അതായത് കോടതി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി, അതായത് ഈ പ്രതി എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ മറുപടി, ഞാൻ നിരപരാധിയാണ്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ എൻ്റെ ഭാര്യയെ ആത്മഹത്യ പറ്റിയും ചെയ്യേണ്ട വന്നെങ്കിൽ ഇതിന് ജമാഅത്ത് ഇസ്ലാമിയും STPയും ആണ് ഉത്തരവാദി, അതായത് മുസ്ലിം തീവ്രവാദ സംഘടന ഉത്തരവാദി എന്ന് പറഞ്ഞു എന്നുള്ളൊരു ഇതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് ആളുകളും ഇതിനെ നിരപരാധി എന്ന് പറഞ്ഞിട്ട്, കാരണം അവർക്കൊക്കെ പെൺമക്കളുണ്ടോ അല്ലെങ്കിൽ പെങ്ങന്മാരുണ്ടോ എന്നുള്ളതൊന്നും ഞാൻ അറിയില്ല. ഇനിയിപ്പോൾ ഈ ചെയ്ത കുറ്റവാളി തെറ്റ് ചെയ്തിനുള്ളതും ഞാൻ അറിയില്ല. എന്നിരുന്നാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് അദ്ദേഹം നിരപരാധി എന്ന് പറഞ്ഞിട്ട് ആണും പെണ്ണൊന്നും വ്യത്യാസമില്ലാതെ ഒരുപാട് ആളുകളൊക്കെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതായിട്ട് എനിക്ക് പറയാണ്ടെന്ന് വെച്ചെങ്കിൽ സഹോദരന്മാരെ, നമ്മളൊക്കെ മനുഷ്യന്മാർ, അതായത് നന്മ തിന്മകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരാണ്. ഒരു തെറ്റ് ചെയ്തോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നത് അന്വേഷണ കമ്മീഷനും കോടതിയാണ്. മുന്നേ ഒരു അന്വേഷണ കമ്മീഷൻ നിയമിച്ചിട്ട് അതിൻ്റെ അന്വേഷിച്ച രണ്ടാമത് അന്വേഷണത്തിൻ്റെ തെളിവുകളുണ്ടല്ലോ, അതൊക്കെ കഴിച്ച എൻ്റെ കണ്ണിൽ നിന്നൊക്കെ ഞാൻ അതിൻ്റെ ഇതൊക്കെ വായിച്ചപ്പോൾ കണ്ണീര് വന്നുപോയി. കാരണം അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തിയായിരുന്നു. പ്രത്യേകിച്ചിട്ട് ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ല, പിന്നെ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി തന്നെ ഒരാൾ ബലാത്സംഗം ചെയ്യുന്നെങ്കിൽ തന്നെ അതിന് ഒരു വലിയൊരു ക്രൂരതയാണ്. അതിനൊരു വലിയ സമ്മതമല്ലാതെ ചെയ്യുന്ന സന്ദർഭത്തിൽ ചെയ്യുന്നൊരു വലിയ നെറ്റിക്കുന്നൊരു പ്രശ്നങ്ങളാണത്. എന്നിട്ട് ഇത് വെച്ചെങ്കിൽ ഒന്നും നല്ലതും പടക്കുമെന്നും അറിയാത്തല്ല, ആണെന്നോ പെണ്ണെന്നോ അറിയാത്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടീനെ, അത് ഇത്തിരി ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടീനെ ഞാൻ മുന്നേ പറഞ്ഞ പോലത്തെ ഒരു പടച്ചവന് തുല്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനെ, ആ മനുഷ്യൻ അങ്ങനെ ക്രൂരത ചെയ്തു എന്ന് പറയുമ്പം അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളും അതിനെ പുകഴ്ത്തിയിട്ടും അല്ലെങ്കിൽ അത് ചെയ്യുന്ന നന്മയെ പറ്റിയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ തിന്മകളെ പറ്റി അല്ലെങ്കിൽ ആ ചെയ്തതിൻ്റെ വശങ്ങളൊന്നും മനസ്സിലാക്കാതെ കണ്ട്, അല്ലെങ്കിൽ കോടതി പറഞ്ഞ എന്തെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ചെയ്ത് ക്രൂരതയെന്ന് മനസ്സിലാക്കാതെ കണ്ട് ഒരാൾ സപ്പോർട്ടും അല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കാനും വരുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമം തോന്നിപ്പോയി എനിക്ക്. കാരണം എന്താ വെച്ചെങ്കിൽ ഈ പറയുന്നത് നമ്മളെ ഈ ഇന്ത്യ രാജ്യത്ത് അഡ്വക്കറ്റിനെ പോലത്തെ, ഇപ്പോൾ ഈ പറഞ്ഞ അഡ്വക്കറ്റ് ഉണ്ടല്ലോ, ഇതുപോലത്തെ ആളുകളിൽ ഞാൻ കത്ത് വന്നിരുന്ന സ്ഥലത്ത് 5 വയസ്സായ കുട്ടീനെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ആ പ്രതിനെ പോലും ഇന്ത്യയിലെ ഈ പറഞ്ഞ അഡ്വക്കറ്റ് ഉണ്ടല്ലോ, ആ അഡ്വക്കറ്റിനെ പോലത്തെ ആളുകളൊക്കെ അന്ന് അവിടെ പൂമാരിട്ട് സ്വീകരിക്കാൻ സംരക്ഷണത്തിന് സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. കാരണം ഞാൻ പറയാൻ കാരണം വെച്ചെങ്കിൽ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ നമ്മൾ കേരളത്തിലും ചില അഡ്വക്കേറ്റന്മാർ ഇങ്ങനത്തെ ആളുണ്ടോ എന്നാണ് എനിക്ക് സംശയം. കാരണം വെച്ചെങ്കിൽ
അദ്ദേഹം പോലും അദ്ദേഹത്തിന് നിരപരാധിയായിട്ടാണ് കാണുന്നത്. ഈ പ്രതിക്ക് വേണ്ടി പോയ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, കോടതിനെ വിമർശിക്കാൻ നിന്നത്. കോടതി ഒരു പറഞ്ഞ ഒരു വിധിക്ക് അത് എൻ്റെ പ്രതി നിരപരാധിയാണ്, പിന്നെ ഞങ്ങൾ കോടതിയിലേക്ക് പോകും, അദ്ദേഹത്തിന് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഇടപെട്ടിട്ട് മുസ്ലിം തീവ്രവാദികൾ ഇടപെട്ടിട്ടാണ് ഇങ്ങനത്തേക്ക് എത്തിച്ചതെന്നൊക്കെ അയാൾ പറയുമ്പോൾ നമ്മളെ കേരളവും വടക്കേ ഇന്ത്യ പോലെ ഉള്ള അഡ്വക്കേറ്റന്മാർ വളരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. മറ്റൊന്ന് വെച്ചെങ്കിൽ ഈ പ്രതി പറഞ്ഞില്ലേ കോടതിയിൽ നിന്ന് എൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി ജമാഅത്ത് ഇസ്ലാമിയോ SDPIയോ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളോ അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ കേൾക്കുന്ന ഒരാളും കുറേ ആൾ പിന്നെ അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരാളുകളും ഇല്ലേ ഈ ചെയ്ത് ക്രൂരത്. എനിക്ക് ഓരോട് പറയാനുള്ളത്, ഈ കോടതിയിൽ നമ്മൾ ഇന്ത്യയിൽ കേസ് അന്വേഷിച്ചത് ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷിച്ചത്. അതിൻ്റെ പിന്നെ കേസൊക്കെ ബാധിച്ചത് ഇന്ത്യയിലത്തെ നീതിപീഠത്തിനെ ബഹുമാനിക്കുന്ന അഡ്വക്കേറ്റന്മാരാണ്. വിധി പറഞ്ഞതാരാണ്? ഇന്ത്യൻ്റെ നീതിപീഠത്തിൻ്റെ മേലെ ഇരിക്കുന്ന ഒരു ജഡ്ജും. ആ പറഞ്ഞ വിധിനെയാണ് ഇവർ പറയുന്നത് ഇതിന് ആര് ഉത്തരവാദി? ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം തീവ്രവാദികൾ SDPI ഇങ്ങനെ ആളെന്ന് ഉത്തരവാദി. അവൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്താൽ. അപ്പം എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് വെച്ചെങ്കിൽ ഇത് താലിബാനല്ല കേസ് അന്വേഷിച്ചത്, പിന്നെ SDPക്കാരല്ല ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ. അത് ഇത് അന്വേഷണ കമ്മീഷൻ നിയമിച്ചതൊന്നും വിധി പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി അല്ല, ഏതെങ്കിലും മുസ്ലിം സംഘടന അല്ല. ഇന്ത്യൻ്റെ നീതിപീഠമെന്ന് പറഞ്ഞത് അവൻ കുറ്റവാളിയെന്ന്. ഓൻ കുറ്റവാളി അല്ലെങ്കിൽ മേൽക്കോടതിയിൽ പോയിക്കോട്ടെ, എന്നിട്ട് നിരപരാധിനെ തെളിയിച്ചോട്ടെ. പക്ഷേ ഇവിടെ പ്രശ്നം എന്ത്? ഇവർ പറയുന്നത് വെച്ചെങ്കിൽ ഇതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ തീവ്രവാദിയും ഭീകരവാദിയും ജമാഅത്ത് ഇസ്ലാമി SDPIയും. അപ്പോൾ എന്നു മുതൽ ഇപ്പോൾ ഇവിടെ നമ്മളെ കേരളത്തിൽ എന്തെങ്കിലും ഒരു ബലാത്സംഗ കേസൊക്കെ നടന്നാൽ ഭാവിയിൽ ഇതിന് മറുപടി എന്നിപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമിയും അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളും അല്ലെങ്കിൽ SDPIനെ പോലത്തെ സംഘടനയൊക്കെ മറുപടി പറയേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്താൻ പോകുന്നത് വെച്ചെങ്കിൽ, അപ്പോൾ ഇത് അന്വേഷിച്ചതല്ല ആരാണ്? ഇന്ത്യയിലത്തെ ആളുകളാണ് അന്വേഷിക്കുന്നത്, ഇന്ത്യൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് അന്വേഷിക്കുന്നത്, ഇന്ത്യൻ്റെ നീതിപീഠമാണ് വിധി പറഞ്ഞിട്ടുള്ളത്. അവൻ ഏറ്റവും നിരപരാധിയാണെങ്കിൽ മേൽക്കോടതിയിൽ പോയിട്ട് നീതി വാങ്ങിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ ചെയ്തൊരു ക്രൂരതൻ്റെ ഒരു വിധിയൊക്കെ വരുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊക്കെ പെങ്ങന്മാരോ അല്ലെങ്കിൽ പെൺകുട്ടികളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. ഭാവിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ തോന്നുമോ എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം അനീതിയും അക്രമിയും നമ്മൾ എപ്പോഴും തെറ്റ് തന്നെ കാണണം. അതാണ് നീതി എന്നറിയുന്നത്. അല്ലാതെ കണ്ട് തെറ്റ് ചെയ്തവനൊക്കെ സപ്പോർട്ട് ചെയ്തവനൊക്കെ ആ തെറ്റ് ചെയ്തവനും അവനെ സപ്പോർട്ട് ചെയ്തവനും രണ്ടും ഒന്ന് തന്നെയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും നമ്മളെ നാട്ടിൻ്റെ പോക്കൊക്കെ നല്ല രൂപത്തിലാണ് പോകുന്നത്. ഏതായാലും നീതി എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പറയുന്നു. ഏതായാലും ആ പാവപ്പെട്ട കുട്ടിയെ ക്രൂരതയെ പറ്റിയുള്ള കുറേ അന്വേഷണ റിപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കയ്യെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായ കുറേ വീഡിയോകളുണ്ട് അനിൽ മുഹമ്മദൊക്കെ ഇടുന്നത്. അതൊക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും എന്താണ് ഈ ചെയ്ത ധർമ്മമെന്ന്. ഏതായാലും ഇതിനെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ ഇതാരെങ്കിലും വിദ്വേഷം ഉണ്ടാക്കാൻ പറഞ്ഞതൊന്നല്ല. നീതിയുടെ നിലനിൽക്കണം. അക്രമ രാഷ്ട്രീയം അനാവശ്യമായിട്ടുള്ള വർഗീയ ചിന്താഗതിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ അവസാനിക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും രാജ്യത്തിൻ്റെ നന്മ കൊണ്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുവിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ആരും തെറിയെന്ന് പറയരുത്. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.